So from here we are deriving a particular equation of effectiveness for a counter flow and parallel flow. നമ്മൾ പാരൽ ഫ്ലോ മാത്രമാണ് ചെയ്യുന്നത്. കൗണ്ടർ ഫ്ലോ ഇക്വേഷൻ നമ്മൾ സെയിം ഡെറിവേഷൻ ഒക്കെ മെത്തേഡ് സെയിം തന്നെയാണ്. മാറ്റം വരുന്നതൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫൈനൽ ഇക്വേഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. സോ വി ആർ ഡൂയിങ് എ പെർട്ടിക്കുലർ ഡെറിവേഷൻ ഓഫ് effectiveness of parallel flow exchanger. Effectiveness of a parallel flow exchanger, അതിനകത്താണ് NTU വരുന്നത് അവസാനം. സോ അതിൽ വരികയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ effectiveness for a parallel flow. Effectiveness for a parallel flow. Effectiveness for a parallel flow. So okay. സോ ഫിഗർ ഒന്നും വരക്കേണ്ട കാര്യമില്ല. എന്നാൽ പോലും നമുക്ക് പറയാം. ദാറ്റ് ഈസ് നമ്മൾ പഠിച്ചിരുന്ന ഒരു പെർട്ടിക്കുലർ പാരലൽ ഫ്ലോ ഫിഗർ ഇതാണ്. സോ ഇതിൽ നമ്മൾ എടുത്തിട്ടുണ്ട് TH1, TH2, TC2, TC1, TH2, TC2. ഞാൻ കൺസിഡറിങ് എ പെർട്ടിക്കുലർ സെക്ഷൻ DA എന്നുള്ള സെക്ഷൻ എടുത്തു. അവിടെ DQ എന്നുള്ള ഒരു ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ, TH മൈനസ് TC, ഇപ്പോൾ DTH, DTC കാര്യങ്ങളൊക്കെ നമ്മൾ വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഫിഗർ ആൻഡ് എക്സ്പ്ലനേഷൻ പ്രീവിയസ് ഡെറിവേഷൻ ഓഫ് വാട്ട് LMTD അല്ലേ, LMTD ഡെറിവേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ അത് പിന്നെ നമ്മൾ വരക്കുന്നില്ല, പറയുന്നുമില്ല. സോ ദാറ്റ് നമ്മളെ ഇക്വേഷൻ തന്നെയാണ് തുടങ്ങുന്നത്. ഏത് ഇക്വേഷൻ? നമ്മൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഡിനോട്ട് ചെയ്തു. ഫിഗർ ഹിയർ ഫോർ LMTD, എന്നിട്ട് DA എന്നുള്ള ഏരിയ എടുക്കാന്ന് പറഞ്ഞു. സോ DQ ഇസ് ദി പെർട്ടിക്കുലർ ഹീറ്റ് ട്രാൻസ്ഫർ ഇക്വേഷൻ എന്ന് പറഞ്ഞു. DQ ഈക്വൽ ടു UA ഡെൽറ്റ T, U ഈക്വൽ ടു യൂണിവേഴ്സൽ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ്, ആൻഡ് DA ഈക്വൽ ടു പെർട്ടിക്കുലർ ഏരിയ DA, ആൻഡ് ഡെൽറ്റ T ഇസ് എ ടെമ്പറേച്ചർ ഡിഫറൻസ് TH മൈനസ് TC. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയിരുന്നത്. ഇത് നമ്മുടെ പെർട്ടിക്കുലർ LMTD തുടങ്ങിയ സെയിം ഡെറിവേഷൻ തന്നെ. LMTD നമ്മൾ ചെയ്ത് എന്താണോ അത് തന്നെയാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തുടക്കത്തിൽ ഒരു 5-10 സ്റ്റെപ്പ് നമ്മൾ വരുത്തുന്നത് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. സോ വി ആർ ഡൂയിങ് എ സ്റ്റെപ്പ് ആസ് ലൈക്ക് ഇൻ ദി LMTD. സോ ഹിയർ DQ ഈക്വൽ ടു തുടങ്ങുന്നത്. DQ ഈക്വൽ എന്തായിരുന്നു? DQ ഈക്വൽ ടു UDA ഡെൽറ്റ T ആയിരുന്നു, വിച്ച് മീൻസ് UDA TH മൈനസ് TC. ഓക്കെ, DQ ഈക്വൽ ടു ഹിയർ DQ ഈക്വൽ ടു ഫോർ എ പാരലൽ ഫ്ലോ DQ ഈക്വൽ ടു UDA. ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഹിയർ ടേക്കിംഗ് എ സെക്ഷൻ ഓഫ് ഏരിയ DA, ആൻഡ് ഹിയർ DQ is heat transfer rate, and TH and TC is the temperature difference of hot fluid and cold fluid. പറഞ്ഞു. Thereafter, what is DQ? What is DQ for a DQ equal to ഒരു particular equation? It's a generalized equation, right? It's a general equation. So അവിടെ ഉണ്ടായിരുന്ന ആ പെർട്ടിക്കുലർ പോയിന്റ് ഉണ്ടാവുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഫോർ എ ഹോട്ട് ഫ്ലൂയിഡ് ഈക്വൽ ടു കോൾഡ് ഫ്ലൂയിഡ് ആണ് അല്ലേ. ഹോട്ട് ഫ്ലൂയിഡ് ഈക്വൽ ടു കോൾഡ് ഫ്ലൂയിഡ്. അതുകൊണ്ടാണ് Q ഈക്വൽ ടു MCH DH DC ഈക്വൽ ടു MC DTC എന്നൊക്കെ നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഇക്വേഷൻ എഴുതാം ഈക്വൽ ടു ഈ DQ for DQ equation. DQ നമുക്ക് എന്ത് എഴുതാം? DQ ഈക്വൽ ടു M dot C CC അല്ലേ. M dot C TH CPC എന്ന് പറയാം അല്ലേ. M dot C CPC DTH ഈക്വൽ ടു M dot H DTC, M dot H CPH DTH. എ പെർട്ടിക്കുലർ സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഹോട്ട് ഫ്ലൂയിഡിന്റെ ഇക്വേഷൻ ഈക്വൽ ടു കോൾഡ് ഫ്ലൂയിഡ്. അതായത് ഹോട്ട് ഫ്ലൂയിഡിന് അത്ര ഹീറ്റ് പുറത്തേക്ക് പോകുന്നു, അത്രയാണ് കോൾഡ് ഫ്ലൂയിഡ് വാങ്ങുന്നത്. സോ ഹോട്ട് ഫ്ലൂയിഡിന്റെ ടെമ്പറേച്ചർ കുറഞ്ഞു വരികയാണ്. സോ വി ക്യാൻ ടേക്ക് ഈക്വൽ ടു മൈനസ് ഓഫ് M dot H. നമ്മൾ സെയിം ഇക്വേഷൻ നമ്മൾ എന്താണോ LMTD ചെയ്തത് സെയിം മെത്തേഡാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, M dot C CPC DTC ഈക്വൽ ടു M dot H CPH DTH. DTH മീൻസ് ടെമ്പറേച്ചർ ഡിഫറൻസ്. അതായത് ഇവിടെ TH1 മൈനസ് TH2 ആയിരിക്കും DTHന്റെ കാര്യത്തിൽ. TH ഇവിടെ ഒരു പോയിന്റ് മൈനസ് ഈ പോയിന്റ് ആയിരിക്കും DTCന്റെ കേസിൽ. അതാണ് DTH DTC എടുത്തത്, മറന്നു പോകരുത്, അന്ന് എടുത്തതാണ്. സോ യു ക്യാൻ അപ്ലൈ പെർട്ടിക്കുലർ M dot C CPC ആസ് CC ആൻഡ് M dot CPH ആസ് CH അല്ലേ, നമ്മൾ ചെയ്തിരുന്നു. ദാറ്റ് ഈസ് DQ ഈക്വൽ ടു CC DTC ഈക്വൽ ടു മൈനസ് CH DTH. സോ ഇതിന് DTCയും DTHന് ഇക്വേഷൻ എഴുതാം. നമ്മൾ ചെയ്ത സെയിം മെത്തേഡാണ്. DTH DTC ഇക്വേഷൻ എഴുതി DTH മൈനസ് DTC നമുക്ക് ഭാഗം നമ്മൾ ചെയ്തല്ലോ, സെയിം മെത്തേഡ്. LMTD ഇക്വേഷൻ ചെയ്ത സെയിം മെത്തേഡ്. സോ ഹിയർ DTH ഈക്വൽ ടു DTH എന്ന് പറയുമ്പോൾ മൈനസ് DQ. ഓക്കെ, മൈനസ് ഉണ്ട് അവിടെ, മൈനസ് DQ ബൈ CH. ഓക്കെ,
സെയിം ആസ് DTC ഈക്വൽ ടു DQ/CC അല്ലേ, ഒരു നെഗറ്റീവ് ഒന്നുമില്ല. DTH ഈക്വൽ ടു DQ/CC, DTH ഈക്വൽ ടു മൈനസ് DQ/CH. ഓക്കെ, ദെൻ DTH മൈനസ് DTC, DTH മൈനസ് DTC, DTH മൈനസ് DTC ആണ്. DTH മൈനസ് DTC നമുക്ക് അറിയാം മൈനസ് DQ രണ്ടും കോമൺ ആണ്, പുറത്തെടുക്കുന്നു 1/CH പ്ലസ് 1/CC അല്ലേ. 1/CH പ്ലസ് 1/CC. നമ്മൾ എന്താണ് LMTD ചെയ്തത്? നമ്മുടെ LMTD ഇക്വേഷൻ എടുക്കണം, എടുത്താൽ മനസ്സിലാവും. LMTD ഫോർ LMTD നമ്മൾ ചെയ്തത് സെയിം മെത്തേഡ് തന്നെ. LMTD ഫോർ പാരഫ്ലോ ചെയ്തത് ഇങ്ങനെ സെയിം ഇക്വേഷൻ ആണ് ചെയ്തത്. DTH ഇക്വേഷൻ എഴുതി, DT ഇക്വേഷൻ എഴുതി, DTH മൈനസ് DTC ഇക്വേഷൻ എഴുതി, മൈനസ് DQ ഓഫ് 1/CH 1/CC. ഓക്കെ, എന്താണോ ചെയ്തത് അതേ മെത്തേഡ് തന്നെ ഇവിടെയും ചെയ്യുന്നത്. ദെൻ അപ്ലൈ DQന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക, DQന് ഈ ഇക്വേഷൻ കൊടുക്കുക. DQ ഫോർ DQ പുട്ട് DQ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ DQ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ കിട്ടും DTH മൈനസ് DTC ഈക്വൽ ടു മൈനസ് UA/TH മൈനസ് TC, അതായത് DQ ഓഫ് 1/CH പ്ലസ് 1/CC. ഓക്കെ, DTH മൈനസ് DTC ഈക്വൽ ടു ഇനി ഈ TH മൈനസ് TC അടിയിൽ കൊണ്ടുപോവുക, TH മൈനസ് TC അപ്പുറത്തെ അടിയിൽ കൊണ്ടുപോകുക. അതായത് DTH മൈനസ് DTC ഡിവൈഡഡ് ബൈ TH മൈനസ് TC, TH മൈനസ് TC ഈക്വൽ ടു LHS മൈനസ് UDA ഇൻറ്റു 1/CH പ്ലസ് 1/CC. ഓക്കെ, ശരി. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇൻ്റഗ്രേറ്റ് ബൈ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ഇവിടെ എന്ത് കിട്ടും? ഇവിടെ രണ്ട് മൈനസ് ടേം ഉണ്ട്. സോ വി ക്യാൻ ഇത് സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് എഴുതാം. എങ്ങനെ എഴുതാം? ഈ DTHന് DHൻ്റെ ഇക്വേഷൻ വേറെ ചെയ്യാം, DTHന് DCൻ്റെ ഒക്കെ വേറെ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇക്വേഷൻ എഴുതുന്നില്ല, ഇത് ഫൈനൽ ആൻസർ നമുക്ക് കിട്ടുന്ന മാത്രം എഴുതുന്നത്. ദാറ്റ് ഈസ് DTH മൈനസ് DTC എന്നത് 1/TH ആണ്, 1/TC ആണ് അല്ലേ. 1/TH DTH, 1/TC DTC, അങ്ങനെ ഒരു ടേമിലാണ് ഇക്വേഷൻ ഉണ്ടാവുക. സോ ആഫ്റ്റർ ബി ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് ഇത് ചെയ്താലോ, ഇത് DA മാത്രം ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ, A പാർട്ട് 0 to A, അത് UA എന്നാവും. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത സ്റ്റെപ്പൊക്കെ ചെയ്തിരുന്നു LMTD, അവിടെ ചെയ്യുന്നില്ല. DA എന്നുള്ളത് A മാത്രമേ മാറും. ഓക്കെ, സോ യു വിൽ ഗെറ്റ് ആഫ്റ്റർ ഇൻ്റഗ്രേറ്റിംഗ് വി ഗെറ്റ് നാച്ചുറൽ ലോഗ് ln TH2 മൈനസ് TC2 ബൈ TH1 മൈനസ് TC1, അതായത് 1 to 2 ആണ് അല്ലേ. 1 to 2 ആണ് ഇൻ്റഗ്രേറ്റ് നടക്കുന്നത്, 1 to 2 ആണ് ഈ കേസ് ഇൻ്റഗ്രേറ്റ് നടക്കുന്നത്. സോ TH2 മൈനസ് TC2 ഡിവൈഡ് ബൈ TH1 മൈനസ് TC1 ആണ് ഇവിടെ കിട്ടുക, ഈക്വൽ ടു മൈനസ് UA. DA മാറി A ആവും, വേറെ മാറ്റൊന്നും വരുന്നില്ല. 1/CH പ്ലസ് 1/CC. ഓക്കെ, ലോഗ്. സോ ലോഗ് അപ്പുറത്തേക്ക് കൊണ്ടുപോയി ഈ ഇക്വേഷൻ TH2 മൈനസ് TC2 എന്ന് പറഞ്ഞാൽ എന്താ? TH2 മൈനസ് TC2 ഡിവൈഡ് ബൈ TH1 മൈനസ് TC1 ഈക്വൽ ടു നോക്കുമ്പോൾ ലോഗ് മാറ്റണം. ലോഗ് മാറ്റാൻ എന്താ? എക്സ്പോണൻഷ്യൽ ആവും അല്ലെ. ഇവിടെ എക്സ്പോണൻഷ്യൽ ഓഫ് E⁻² ആയി മാറും. ഈ പെർട്ടിക്കുലർ വാല്യൂ കൊടുക്കണമെങ്കിൽ, അതായത് ഞാനിവിടെ ലോഗ് 10 ഈക്വൽ ടു 5 എന്നുള്ളെങ്കിൽ 10 ഈക്വൽ ടു E⁻5 ആ ഒരു ടേമിൽ എഴുതാന്ന് പറയുന്നത് അല്ലേ. ലോഗ് 10 ഈക്വൽ ടു 5 എന്നാണെങ്കിൽ 10 ഈക്വൽ ടു E⁻5. അതേപോലെ TH2 TC1 ഈക്വൽ ടു E⁻, നമുക്ക് എക്സ്പോണൻഷ്യൽ എന്ന് എഴുതാം, എക്സ്പോണൻഷ്യൽ ഓഫ് 5 എന്ന് എഴുതാം, EXP ഓഫ് 5 എന്ന് എഴുതാം, അല്ലെങ്കിൽ E⁻ എന്ന് എഴുതാം. സോ വി ക്യാൻ റൈറ്റ് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് UA 1/CH പ്ലസ് 1/CC. ഓക്കെ, ഇനി ഞാൻ CH പുറത്തെടുക്കുകയാണ്, CH മാത്രം പുറത്തെടുക്കുകയാണ്. ഈ ഇക്വേഷൻ CH മാത്രം പുറത്തെടുക്കുകയാണ്, ബാക്കിയൊക്കെ അങ്ങനെ എഴുതുകയാണ്. അതായത് ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് UA/CH. ഓക്കെ, CH പുറത്തെടുത്തു. ഇവിടെ എന്തായി? 1 പ്ലസ് CH/CC എന്നാവും. ഓക്കെ, CH പുറത്തെടുത്ത് അവിടെ അപ്പുറത്ത് CH മുകളിലേക്ക് മൾട്ടിപ്ലൈ. അപ്പം പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ CH എന്ന ടേം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 1/CH എന്ന ടേം പുറത്തെടുക്കുന്നു. 1/CH എന്ന ടേം പുറത്തെടുത്ത് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നത് CH/CC. 1 പ്ലസ് 1/CH എന്ന പുറത്തെടുത്ത് അടിയിലേക്ക് കൊണ്ടുവരുന്നു. 1 പ്ലസ് 1 CH/CC. ഓക്കെ,
put the particular equation as 1 എന്നത് TH2 minus TC2 divided by TH1 minus TC1 equal to exponential of UA by CH into 1 plus CH by TC equal to 1. Okay. Then അവിടെ വെക്കുക, ഇക്വേഷൻ അവിടെ വെക്കുക. Then we know effectiveness equation നമുക്കറിയാം. effectiveness equation നമുക്കറിയാം. That is ഇന്നലെ എഴുതിയ ഇക്വേഷൻ effectiveness ആയിരുന്നു. ഇക്വേഷൻ എന്തായിരുന്നു എഴുതിയിരുന്നത് നോക്കിയേ. ദിസ് അല്ലേ effectiveness equation എഴുതിയിട്ട് CH of TH1 minus TH2 by C minimum of TH1 minus TC1 or എന്ത് എഴുതാം, ഇങ്ങനെ എഴുതാം CC of TC2 minus TC1 divided by C minimum of TH1 minus TC1. അപ്പോൾ രണ്ട് ഇക്വേഷൻ എഴുതി വെക്കാം. effectiveness equal to TH of TH1 minus TH2 divided by C minimum of TH1 minus TC1. എൻ്റെ കോള് കട്ടായി പോകുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ടിഫൈ കേട്ടോ അവരെ. ഈക്വൽ ടു CC of TC of TC2 minus TC1 divided by T minimum of TH1 minus TC1. ഒരുപാട് ടേം വരുന്നുണ്ടേ ഉള്ളൂ. ഇക്വേഷൻ നമ്മൾ എടുത്ത് തന്നു, അവിടെ നിന്ന് നിങ്ങളുടെ എടുത്ത് തന്നു മാത്രമേ ഉള്ളൂ. സോ മെനി ടേംസ് വരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ വേണ്ടതെന്ന് അറിയാം, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് TH2നും TC2നും ഓരോ ഇക്വേഷൻ, ഈ പെർട്ടിക്കുലർ 1 എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, 1 എന്നുള്ള ഇക്വേഷൻ, അതിനകത്ത് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ TH2 TC2 ഉണ്ട് അല്ലേ. there is TH2 and TC2 is there. okay, so ഞാനിവിടെ ഈ ഇക്വേഷന് TH2 ഇക്വേഷൻ ഉണ്ടാക്കും, ഈ ഇക്വേഷന് TC2 ഇക്വേഷൻ ഉണ്ടാക്കും. ഓക്കെ, അതായത് ഇത് ഈ ഇക്വേഷനകത്ത് നിന്ന് TH2 ഇക്വേഷൻ ഉണ്ടാക്കും. ഇനി അതന്നെ എപ്സിലോൺ ഈക്വൽ ടു എന്നിട്ട് അല്ലെങ്കിൽ എഫ്റ്റിനെസ് ഈക്വൽ ടു ഇത് എന്നിട്ട് ഈ ഇക്വേഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്ത് നിന്ന് TC2 ഒരു ഇക്വേഷൻ ഉണ്ടാക്കും. കുഴപ്പമൊന്നുമില്ല, കാരണം അടിയിൽ ടേം അങ്ങോട്ട് എടുക്കുക. ഇതിൻ്റെ അകത്ത് TC2 എന്താണെന്ന് എഴുതുക, TH2 എന്താണെന്ന് ഇവിടെ എഴുതുക, TC2 അവിടെ നിന്ന് അവിടെ എഴുതുക, എനിക്ക് ഇവിടെ അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. TH2നും TC2. ഓക്കെ, ഫസ്റ്റ് ഈ ഇക്വേഷനിൽ നിന്ന് TH2 ഇക്വേഷൻ ഉണ്ടാക്കാം. അത് എന്ത് കിട്ടും, അവിടെ TH2 നിങ്ങൾ എഴുതി നോക്കി നോക്കി എന്ത് കിട്ടും. TH2 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, ഈ ടേം അങ്ങനെ മുകളിൽ പോകും അല്ലേ. E into C minimum of TH1 minus TC1 divided by CH. ഓക്കെ, ഡിവൈഡ് ബൈ CH എന്നിട്ട് മൈനസ് TH1 വരും. TH1 അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ നെഗറ്റീവ് TH2 കിട്ടുക. അത് പോസിറ്റീവ് TH2 ആണെങ്കിൽ കിട്ടണമെങ്കിൽ ഇപ്പുറത്ത് തന്നെ സൈൻ മാറ്റി കൊടുത്താൽ മതി. സോ അങ്ങനെ കിട്ടുമ്പോൾ എന്ത് കിട്ടും, TH2 എന്ന് പറയുമ്പോൾ TH2 ഈക്വൽ ടു TH1 മൈനസ് എപ്സിലോൺ അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഓഫ് ഈ മിനിമം ഓഫ് TH1 മൈനസ് TH2 ഡിവൈഡഡ് ബൈ CH2 എന്ന് കൊടുക്കാം. അങ്ങനെ കിട്ടിയ സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നോക്കുക. ഈ ഇക്വേഷൻ TH2 ഈക്വൽ ടു എഴുതുകയാണ്. ഓക്കെ, TH2 എഴുതണമെങ്കിൽ എന്ത് കിട്ടും, C മിനിമം ഓഫ് TH1 TC1 ഇൻറ്റു ഇത് അങ്ങോട്ട് പോകണം, എന്നിട്ട് ഇത് അടിയിലേക്ക് പോകണം അല്ലേ. ഇത് ഈ CH2 അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. അവിടെ TH2 ഈക്വൽ ടു നോക്കുമ്പോഴത്തേക്ക് TC1 അവിടെ ടേം ഇപ്പുറത്ത് കൊണ്ടുപോവുക, TC2 അങ്ങോട്ട് കൊണ്ടുപോകുക. നെഗറ്റീവ് പോസിറ്റീവ് കട്ടാക്കിയിട്ട് TH2 മാത്രം കിട്ടണം. ഓക്കെ, TH2 ഇക്വേഷൻ അവിടെ നിന്ന് ആ ഇക്വേഷൻ TH2 ഈക്വൽ ടു എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ ഒന്ന് TC2 ഇക്വേഷൻ എഴുതി. ഓക്കെ, ഈ ഇക്വേഷൻ TC2 ഈക്വൽ ടു ഇക്വേഷൻ എഴുതി. TC2 ഈക്വൽ ടു TC1 പ്ലസ്, അവിടെ പ്ലസ് ആ വരിക, കാരണം അവിടെ നെഗറ്റീവ് ടേം ക്യാൻസൽ ആക്കുന്നു വേണ്ട, പോസിറ്റീവ് ടേം നെഗറ്റീവ് ഓഫ് ഈ എഫക്റ്റീവ്നെസ് ഓഫ് C മിനിമം ഓഫ് TH1 മൈനസ് TC1 ഡിവൈഡഡ് ബൈ TC ഈക്വൽ ടു 3. Put 2 and 3 in 1 അല്ലേ. Put 2 and 3 in 1. Put 2 and 3 in 1. Put 2 and 3 in 1. ഒരു കാര്യം പറയാം, അതായത് ഒരുപാട് ടേം നമ്മളിപ്പം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ അതൊക്കെ ക്യാൻസൽ ആയി പോയിട്ട് ചെറിയൊരു ടേമായി മാറും. അതുകൊണ്ട് ലെങ്ത് ഡെറിവേഷൻ ആണെന്നോ ടഫാണെന്ന് വിചാരിക്കണ്ട. ഇതങ്ങനെ എഴുതി വെക്കുക. ഇവിടെ കിട്ടുന്ന സെയിം എടുത്ത് താഴെ എഴുതേണ്ടത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ ഒരുപാട് ചിന്തിക്കുന്നതാണ്. മുകളിലെടുത്ത് താഴെ അങ്ങ് എഴുതുക, എന്നിട്ട് ക്യാൻസൽ ആയി പോകും. അതെങ്ങനെയാണ് ക്യാൻസൽ ആയി പോകുന്നത് ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ഈ ഇക്വേഷൻ എഴുതുക, അതായത് ഇവിടെയല്ല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, ഈ പർട്ടിക്കുലർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് 1ൽ TH2 TC2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 by TH1 മൈനസ് TC1 എന്നുള്ള ടേം ഉണ്ടല്ലോ, ഈ ടേം അടിയിൽ ടേം, അത് മാറ്റി വെക്കുക, എന്നിട്ട് ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അത്രേ ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ അങ്ങനെ തന്നെ എടുത്ത് എഴുതുക. അതായത് 1 by TH1 മൈനസ് TC1, അതായത് ഈ ടേം അല്ലേ, അടിയിലുള്ള ടേം, ഞാനിവിടെ പോയിന്റ് ചെയ്യുന്ന ടേം മാറ്റി വെക്കുക. എന്നിട്ട് ഇതിനാണ് കൊടുക്കുന്നത് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ, ഇതിനാണ് കൊടുക്കുന്നത്. TH2 TH2 കൊടുക്കും, TC2 TC2 കൊടുക്കും.
അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ 1 അത് പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേതൊന്ന് നേരിട്ട് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ട് ഒരുമിച്ച് അകരെ വന്ന് TH2 മൈനസ് TC2 ആണ് വന്നിട്ട് അല്ലേ. അതായത് ഇത് മൈനസ് ഇതാണ് വന്നിട്ട് TH2 മൈനസ് TC2 അല്ലേ. TH2 മൈനസ് TC2 ആണ് വന്നിട്ട് ഞാൻ കമ്പൈൻ ചെയ്താൽ എഴുതാം. ഓക്കെ, ഞാൻ കമ്പൈൻ ചെയ്ത് തന്നു. കാരണം എന്താ, TH1 എഴുതാം. നിങ്ങൾ മനസ്സിലായിക്കോ, TH1 മൈനസ് TC1, TH1 മൈനസ് TC1. ഓക്കെ, മൈനസ് ഇവിടെ ഈ സി മിനിമവും ഒക്കെ കോൺസ്റ്റന്റ് ആണ് അല്ലേ. ഈ സി മിനിമം കോൺസ്റ്റന്റ് ആണ്. TH1 മൈനസ് TC1 ആണ്. ഈ സി മിനിമം ഓഫ് TH1 മൈനസ് TC2 കോൺസ്റ്റന്റ് ആണ് അവിടെ ഇവിടെ. സോ അത് പുറത്തെടുത്തിട്ടാണ് വയ്ക്കുന്നത്. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? TH1 മൈനസ് TH2 മൈനസ് TC2 ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. TH2 മൈനസ് TC2 ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ TH2 മൈനസ് TC2 ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഇതിനുമാണെങ്കിൽ രണ്ട് ടേം വേറെ എഴുതിയിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ചാക്കാം. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, കമ്പൈൻ ചെയ്ത് നേരിട്ട് കേൾത്താം. TH1 മൈനസ് TC1 മൈനസ് ഓഫ് ഈ സി മിനിമം TH1 TC2 ഇവിടെയുണ്ട്, ഈ സി മിനിമം TH1 TC2 ഇവിടെയുണ്ട്, രണ്ട് സ്ഥലത്തും ഉണ്ട്. സോ രണ്ട് ഞാൻ ഒരുമിച്ച് ഇതാണ് കോമൺ ആയിട്ട് എടുക്കുകയാണ്. മൈനസ് ഈ സി മിനിമം ഓഫ് TH1 മൈനസ് TC1 അത് മാറ്റി വരുത്തി കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത്? 1/CH പ്ലസ് 1/CC അല്ലേ. 1/CH പ്ലസ് 1/CC. ഓക്കെ, ഈക്വൽ ടു RHS, ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് UA ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് minus UA by CH 1 plus CH by CC. ഓക്കെ, കമ്പൈൻ ചെയ്ത് മതി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ TH1 മൈനസ് TC1 ഇവിടെയുണ്ട്, TH1 മൈനസ് TC ഇവിടെയുണ്ട്. സോ ഈ ഇക്വേഷനിൽ നിന്ന് TH1 മൈനസ് TC1 ഞാൻ ഒരുമിച്ചെടുക്കാം. TH1 മൈനസ് TC1 നമ്മൾ പുറത്ത് ഒരുമിച്ചെടുക്കുകയാണ് കോമൺ ആയിട്ട്. എന്നിട്ട് ഇതിനും അത് വെച്ച് ക്യാൻസൽ ചെയ്യാം. ഒരു TH1 TC1 ഉണ്ട്, ഇവർ നമ്മൾ കോമൺ ചെയ്ത് പുറത്തെടുക്കും. ഈ ടേമും കൂടി ഒരുമിച്ച് പുറത്തെടുക്കുന്നു. അങ്ങനെ എഴുതാം. ഓക്കെ, 1 മൈനസ് TH1 മൈനസ് TC1 പുറത്തെടുക്കുക ഇൻറ്റു ഈ TH1 TC1 ഇവിടെയുണ്ട്. രണ്ടും കോമൺ ചെയ്ത് എടുക്കുകയാണെങ്കിൽ TH1 മൈനസ് TC1 ബാക്കി ടേം എന്താണ്? 1 മൈനസ് എപ്സിലോൺ അല്ലെങ്കിൽ ഇ ഓഫ് സി മിനിമം 1/CH പ്ലസ് 1/CC ഈക്വൽ ടു ദിസ് പർട്ടിക്കുലർ ടേം അല്ലേ. അപ്പോൾ ഇന്ന് TH1 മൈനസ് TC1 TH1 മൈനസ് കട്ടായി പോകും. ഈ അകത്തിലെ ടേം മാത്രം ബാക്കിയാവും. ഈ ടേം മാത്രം ബാക്കിയാവും അല്ലേ. പുറത്തെടുക്കുമ്പോൾ 1 മൈനസ് ഈക്വേഷൻ എഴുതി ഇതൊന്നും കട്ടായി പോകുന്നു. അപ്പോൾ ഇതിനകത്ത് ഈ ടേം ചെറിയ ടേം മാത്രമേ ബാക്കിയാകുന്നുള്ളൂ. സോ ഫൈനൽ ആൻസറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1 മൈനസ്. അപ്പോൾ ഇക്വേഷൻ മാത്രം എടുത്തത് ക്യാൻസൽ ആയി പോയിട്ട് ബാക്കിയുള്ള ടേം എന്താണ്? 1 മൈനസ് ഇ ഓഫ് സി മിനിമം 1/CH പ്ലസ് 1/CC ഈക്വൽ ടു എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് UA by CH ഇൻറ്റു 1 പ്ലസ് CH by CC. ശരിയല്ലേ? CH പ്ലസ് CC. ഓക്കെ, എഴുതി. സോ ഇതിനകത്ത് നമ്മൾ എപ്സിലോൺ ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് എപ്സിലോൺ ഈക്വൽ ടു കിട്ടും അല്ലേ. എങ്ങനെ കിട്ടുക? എപ്സിലോൺ ഈക്വൽ ടു പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? എപ്സിലോൺ ടേം നെഗറ്റീവ് ടേമാണ്, അത് വലത്തോട്ട് കൊണ്ടുപോവുക. വലത്തെ ടേം അടുത്തോട്ട് കൊണ്ടുപോയി എന്ത് കിട്ടും? എപ്സിലോൺ പോസിറ്റീവായിട്ട് കിട്ടും. അതായത് 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് UA by CH 1 പ്ലസ് CH by CC. ഈ ടേം എടുത്തോട്ട് കൊണ്ടുപോയി ഈ നെഗറ്റീവ് ടേം എന്നുള്ളത് എപ്സിലോണിൻ്റെ ടേം വരുന്നത് വലത്തോട്ട് കൊണ്ടുപോയി ഈക്വൽ ടു എപ്സിലോൺ ഞാൻ പറയുന്നത് എഫക്റ്റീവ്നെസ് ആണ് 1/CH പ്ലസ് 1/CC. ഓക്കെ, ഇതെങ്ങനെ എഴുതി? അതായത് നെഗറ്റീവ് ടേം ഉള്ളത് എപ്സിലോൺ നെഗറ്റീവ് ടേം ഉള്ളത് അപ്പുറത്ത് കൊണ്ടുപോയി അവിടുത്തെ ഇമ്പോർട്ട് കൊണ്ടുപോയി അപ്പുറത്ത് പോസിറ്റീവായി. സോ ഡയറക്റ്റ് നമുക്ക് വരുന്നത് എപ്സിലോൺ എന്താണെന്ന് കിട്ടും. എപ്സിലോൺ ഈക്വൽ ടു അല്ലെങ്കിൽ എഫക്റ്റീവ്നെസ് ഈക്വൽ ടു എഫക്റ്റീവ്നെസ് ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് UA by CH 1 plus CH by CC all divided by C minimum of 1/CH plus 1/CC. Okay,
is a particular equation for effectiveness for a parallel flow. Effectiveness for a parallel flow. Okay, effectiveness for a parallel flow. Effectiveness for a parallel flow ഇങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ഇക്വേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇവിടെ നമ്മൾ എടുക്കുന്ന ഒരു കണ്ടീഷൻ എടുക്കാം. ഓക്കെ, നമ്മളെ എൻ ടി എന്നുള്ള ടേം നമുക്ക് കിട്ടണമല്ലോ. എം ടി യു എന്താണ് നമുക്ക് കിട്ടണം. സോ എൻ ടി യു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത്. സോ ടു ഗെറ്റ് എൻ ടി യു എന്താണ്, ഇതിലേക്ക് എൻ ടി യു എങ്ങനെ കൊണ്ടുവരാം എന്നാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇക്വേഷൻ എപ്സിലോണിന്റെ ഒരു ഇക്വേഷൻ എഴുതി. സോ കണ്ടീഷൻ ഈഫ് സി സി ഗ്രേറ്റർ ദാൻ സി എച്ച് ആണെങ്കിൽ, സി സി അതായത് എം ഡോട്ട് സി സി പി സി ഈസ് ഗ്രേറ്റർ ദാൻ എം ഡോട്ട് എച്ച് സി പി എച്ച്, കോൾഡ് ഫ്ലൂയിഡിന്റെ ടോട്ടൽ എം ഡോട്ട് സി എന്നുള്ള കപ്പാസിറ്റി ഈസ് ഗ്രേറ്റർ ദാൻ സി എച്ച് ആണെങ്കിൽ എന്ത് കിട്ടും? ഈ സി സി ഇക്വേഷനിൽ സി സി ഗ്രേറ്റർ ദാൻ സി എച്ച് ആണെങ്കിൽ സി സി അപ്പോൾ വലുത്, സി എച്ച് ചെറുത് അല്ലേ. സി സി ഈക്വൽ ടു സി മാക്സ് എന്ന് കൊടുക്കാം. അതായത് സി സി ആണ് വലുത്, സി മാക്സ് എന്ന് കൊടുക്കാം. സി എച്ച് ഈക്വൽ ടു സി മിനിമം അല്ലേ. സി സി വലുതും സി എച്ച് ചെറുതുമാണെങ്കിൽ സി സി ക്യാൻ ബി റിട്ടൺ ആസ് സി മാക്സ്, സി സി മാക്സ് അല്ലെങ്കിൽ സി മാക്സ് എന്ന് എഴുതാം. സി എച്ച് നമുക്ക് എന്ന് എഴുതാം സി മിനിമം എന്ന് കൊടുക്കാം. ശരിയല്ലേ? അങ്ങനെ കൊടുത്താൽ ഞാൻ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എപ്സിലോൺ ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി എച്ചിന് എന്ത് സി മിനിമം എന്ന് കൊടുക്കാം. സി ഇ മൈനസ് യു എ ബൈ സി മിനിമം ഇൻറ്റു 1 പ്ലസ് സി എച്ച് ബൈ സി സി എന്ന് പറയുമ്പോൾ സി മിനിമം ബൈ സി മാക്സ് അല്ലേ. ഹോൾ ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു 1 ബൈ സി മിനിമം പ്ലസ് 1 ബൈ സി മാക്സ്. ഓക്കെ, ഇങ്ങനെ കൊടുക്കാം അല്ലെ. 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി മിനിമം ഇൻറ്റു 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ് ഡിവൈഡഡ് ബൈ സി മിനിമം ഇൻറ്റു 1 സി മാക്സ്. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ സി മിനിമം ഉണ്ട്, ഉള്ളിലകത്ത് സി മിനിമം ഉണ്ട് അല്ലേ. ഇവിടെ താഴെ നോക്കിയ ഡിനോമിനേറ്ററിൽ സി മിനിമം ഇൻറ്റു 1 ബൈ സി മിനിമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1 ബൈ സി മിനിമം പുറത്തെടുക്കാം. 1 ബൈ സി മിനിമം പുറത്തെടുത്താൽ ഈ സി മിനിമം പുറത്തുള്ള സി മിനിമം ക്യാൻസൽ ആയി പോയിട്ട് 1, അതായത് എപ്സിലോൺ ഈക്വൽ ടു 1 മൈനസ് എക്സ്പോണൻഷ്യൽ ഓഫ് മൈനസ് യു എ ബൈ സി മിനിമം ഇൻറ്റു 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ്. ഇതാണ് ന്യൂമറേറ്റർ അല്ലേ. ആ ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു? സി മിനിമം ബൈ സി മിനിമം ബൈ, അതായത് 1 ബൈ സി മിനിമം ഞാൻ പുറത്തെടുക്കുകയാണ് ബ്രാക്കറ്റിൽ നിന്ന്. അപ്പോൾ ഉള്ളിൽ എന്ത് 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ് എന്നാവും അല്ലേ. ഈ ബ്രാക്കറ്റിൽ നിന്ന് 1 ബൈ സി മിനിമം പുറത്തെടുക്കുകയാണ്. അതിന് സി മിനിമം ഇൻറ്റു 1 ബൈ സി മിനിമം ക്യാൻസൽ ആയി പോകും. അകത്ത് എന്താവും 1 പ്ലസ് സി മിനിമം ബൈ സി മാക്സ്, 1 ബൈ സി മിനിമം സി മാക്സ്. അപ്പോൾ സി മിനിമം കട്ടായി പോകുന്നു, അവിടെ ഒന്നുമില്ല, ഈക്വേഷൻ മാത്രമേ മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, എപ്സിലോൺ ഈക്വൽ ടു ഇക്വേഷൻ. സോ ഞാൻ പറഞ്ഞ ഒരു കണ്ടീഷൻ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ളൂ അല്ലേ. ഞാൻ ഒരു കണ്ടീഷൻ എടുത്തിട്ടുള്ളൂ, വേറെ കണ്ടീഷൻ കൂടി ഉണ്ട്. അതായത് ഈ സി എച്ച് എഴുതാൻ സി എച്ച്, ഈ സി എച്ച് എഴുതാൻ സി സി. നമ്മൾ നേരത്തെ എഴുതിയ സെയിം ഇക്വേഷനിൽ ഈ സി എച്ച് എഴുതാൻ സി സി എന്ന് വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ. അതായത് സി 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 മിനിമവും സി എച്ച് സി മാക്സിമം അല്ലേ. ദാറ്റ് ഈസ് സി എച്ച് സി മാക്സിമവും സി 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 മിനിമമായ ഇക്വേഷൻ. അത് നമുക്ക് ഇതേപോലെ ഇക്വേഷൻ എഴുതാം. എന്താവും? സി മിനിമം എടുക്കുക സി മാക്സ് ആവും, വ്യത്യാസം വരാൻ പോകുന്നില്ല. താഴെ ഡിനോമിനേറ്റർ സെയിം വരും കേട്ടോ. ഡിനോമിനേറ്റർ എപ്പോഴും സെയിം ആയിരിക്കും. കാരണം എന്താ? ഡിനോമിനേറ്റർ സെയിം ഇവിടെ നിന്നിട്ടു സി മാക്സിമം ഇൻറ്റു സി മിനിമം സി ഇങ്ങനെ കിട്ടുക. അപ്പോൾ നമ്മൾ സി മാക്സ് 1 ബൈ സി മാക്സ് പുറത്തിറക്കും, കട്ടാക്കും. അപ്പോഴും ഇക്വേഷൻ സെയിം തന്നെ കിട്ടും. നമ്മൾ ഇക്വേഷൻ അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. ഇക്വേഷൻ വലിയ മാറ്റം എന്താ വെച്ചാൽ നമ്മൾ രണ്ട് കേസ് നമ്മൾ എടുക്കുന്നുണ്ട്. രണ്ട് കേസ് നമ്മൾ ഇക്വേഷൻ എഴുതുന്നുണ്ട്. വി ആർ റൈറ്റിംഗ് ദ ബോത്ത് കണ്ടീഷൻ ഇക്വേഷൻ. 1 ബൈ സി എച്ച് എഴുതാൻ സി സി എഴുതാം, സി എച്ച് എഴുതാൻ സി സി, രണ്ട് ഇക്വേഷൻ എഴുതുന്നത്. എന്നിട്ട് by comparing the both equation or by evaluating or by rearranging the both equation. ഈ ഇക്വേഷൻ 1 കൊടുക്കും, താഴെ സി എച്ച് ഈ ഇക്വേഷൻ കിട്ടിക്കുന്ന സാധനത്തിന് 2 എന്ന് കൊടുക്കും. ഓക്കെ, അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ട് we are by after evaluating or by rearranging the both 1 and 2 we can generalize a common equation എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഇക്വേഷൻ തന്നെയാണ് എഴുതുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ കണ്ടീഷൻ എഴുതാത്തത്. വെറുതെ ഈ കണ്ടീഷൻ കൂടി എഴുതണം, എന്നിട്ട് ജനറലൈസ് ഇക്വേഷൻ ഈ ഇക്വേഷൻ തന്നെ എഴുതണം. ഒന്നാമത്തെ കണ്ടീഷൻ ഇക്വേഷൻ തന്നെ എടുത്ത് എഴുതണം. സോ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ആ സ്റ്റെപ്പ് എഴുതാത്തത്. രണ്ട് സ്റ്റെപ്പ് നമ്മൾ എഴുതുന്നുണ്ട്. സി എച്ച് സി സി എഴുതാൻ സി സി എഴുതും, സി എച്ച് എഴുതാൻ സി സി എഴുതും. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കണ്ടീഷനിലേക്ക് നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതുമ്പോൾ അങ്ങനെ എഴുതാം. അതായത്
സി കയറ്റാൻ സി എഴുതി ആദ്യം, പിന്നെ CH കയറ്റാൻ CC ഇക്വേഷൻ എഴുതാം. അത് കഴിഞ്ഞിട്ട് രണ്ടും ബൈ റീഅറേഞ്ച് ഇൻ ബോത്ത് ഇക്വേഷൻ വി ക്യാൻ കമ്പൈൻ ഇൻടു ജനറൽ ഇക്വേഷൻ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആദ്യത്തെ CC ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതിയ ഇക്വേഷൻ തന്നെ എടുത്തതാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്ത് ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ ആണ് ജനറലൈസ്ഡ് ഇക്വേഷൻ. ഞാൻ പറഞ്ഞു ഇതാണ് നമ്മുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ. സോ ഫ്രം ഹിയർ there is a equation UA by C minimum എന്നുള്ള ഇക്വേഷൻ. UA by C minimum ന്യൂമറേറ്റർ അല്ലേ. Here UA by C minimum is known as NTU. UA by, very important that here UA by C minimum നെഗറ്റീവ് അല്ല, വെറും UA by C minimum equal to NTU, number of transfer unit. Number of transfer unit. Number of transfer unit, NTU. Okay, NTU and C minimum by C max. C minimum by C max താഴെയുണ്ട് മുകളിലുണ്ട്. C minimum by C max we can write C minimum into C max as C minimum into C max. We can write the C minimum into C max equal to capacity ratio R അല്ലേ. M dot C CPCD by M dot H CPHL ഇത് അതല്ലേ നമ്മുടെ കപ്പാസിറ്റി റേഷ്യോ. R നമ്മൾ ഇതിലെടുത്തെടുക്കുന്നത് F ആണ് നമ്മൾ എടുക്കുന്നത് capacity ratio. So we can rearrange the equation as, we can also write the particular equation as എന്താക്കി എഴുതാം 1 minus exponential of minus NTU അല്ലേ, minus UA by C minus NTU ബ്രാക്കറ്റിൽ 1 plus R അല്ലേ, 1 plus C minimum by C max whole divided by 1 plus R, right? 1 plus R. So this is the equation for a parallel for effectiveness. അവിടെയാണ് NTU വരുന്നത്. ഓക്കെ, നമ്മൾ QA തീറ്റ ആകുമ്പോൾ NLMTD വന്നതുപോലെ ഇവിടെ വരുന്നു NTU ആൻഡ് R കപ്പാസിറ്റി റേഷ്യോ ദാറ്റ് ഈസ് C minimum by C max. തന്നിരിക്കുന്ന വാല്യൂടെ ഏറ്റവും ചെറിയ വാല്യൂ C minimum ആൻഡ് C max ഒരു ഹയർ വാല്യൂ. സോ 1 minus exponential of minus NTU 1 plus R divided by 1. This is a particular equation for a effectiveness for a parallel. നമ്മൾ ഈ പാരലൽ എന്ന് പറഞ്ഞോ, ഈ PRALEL എന്ന് പറഞ്ഞു, ഈ പാരലൽ. ഓക്കെ, then same derivation ഇതിൽ പോലെ തന്നെ പാരലൽ പോലെ തന്നെ കൗണ്ടറിൽ നോക്കുന്നുണ്ട്. കൗണ്ടറിലും വി ആർ ഡൂയിങ് ദ സെയിം ഇക്വേഷൻ. അതിൽ നമ്മൾ ഇക്വേഷന് ചെറിയ മാറ്റങ്ങൾ ഇടയ്ക്ക് വരുന്നുണ്ട്. ആ മാറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുന്ന അല്ലെങ്കിൽ PDF-ലേക്ക് വന്ന ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾക്ക് അത് ഡീറ്റെയിൽസ് പഠിക്കാൻ നമുക്ക് ഇക്വേഷൻ മാത്രം എഴുതാം. ഈ പാരലൽ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഈ കൗണ്ടർ വി ക്യാൻ റൈറ്റ് ഈ കൗണ്ടർ ഇക്വേഷൻ ആസ് എഫക്റ്റീവ്നെസ് ഓഫ് കൗണ്ടർ. നമ്മൾ ചെയ്യുന്നില്ല. എഫക്റ്റീവ്നെസ് കൗണ്ടർ ഈക്വൽ ടു ലെങ്ത് ആണ്, അതുകൊണ്ടാണ് ചെയ്യാത്തത്. 1 minus exponential of minus NTU into 1 minus R ആവും. ഇവിടെ 1 plus R, 1 plus R ആണ്, 1 minus R ആവും and divided by 1 minus R into exponential of 1 minus R into exponential of minus NTU into 1 minus R. ഓക്കെ, മുകളിലെ ഒരു ഇക്വേഷൻ ആണ് 1 minus exponential of minus NTU 1 by S R ഇവിടെ കിട്ടി. ഇവിടെ താഴെ 1 minus R into എന്നുള്ള ഇക്വേഷൻ കൂടി വരും. 1 minus R into exponential of minus NTU into 1 minus R. Okay, this is the E counter equation. Okay, E counter flow equation. So this is the E parallel and അവിടെ NTU എന്നിങ്ങനെ വരുന്നു മനസ്സിലാക്കാം. എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ വാല്യൂ കണ്ടിട്ട് അതിനെ റേസ് ടു ഇ കൊടുത്താൽ മതി. ഈ NTU നമ്മൾ എഴുതിയിരിക്കുന്ന എക്സ്പോണൻഷ്യൽ ഓഫ് 10 എന്നുള്ള ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ റേസ് ടു 10 ചെയ്താൽ. ഓക്കെ, രണ്ട് കേസ് ഇക്വേഷൻ നമുക്ക് ഏതെങ്കിലും വാല്യൂ 0 ആയി പോകുന്ന രണ്ട് കേസ് എടുക്കാം. ദാറ്റ് ഈസ് വി ക്യാൻ ടേക്ക് 2 കേസസ്, സ്പെഷ്യൽ കേസസ് ഫോർ കണ്ടൻസർ ആൻഡ് ഇവാപ്പറേറ്റർ. ഇവാപ്പറേറ്ററും കണ്ടൻസറും കാണുന്ന രണ്ട് കണ്ടീഷനാണ്. ഓക്കെ, സ്പെഷ്യൽ കേസസ് ഫൗണ്ടഡ് ഇൻ, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷൻ എഴുതിയിട്ടിടാം സ്പെഷ്യൽ കേസസ്. ഈ ഇക്വേഷൻ ഓരോ കേസ് കണ്ടൻസർ ഇവാപ്പറേറ്റർ വരുന്ന എന്താണ് മാറ്റം വരുന്നത്. when R equal to 0, പെർട്ടിക്കുലർ ഇക്വേഷനിൽ R 0 ആകുമ്പോൾ ഈ പാരലൽ ആൻഡ് ഈ കൗണ്ടർ
when the equation r equal to 0, we can write E equal to effectiveness equal to 1 minus exponential of minus NTU only. 3 ഉണ്ടാവുള്ളൂ. When r equal to 0, we can write E equal to 1 minus exponential of minus NTU. ഇത് രണ്ട് കേസിലും സെയിം ആയിരിക്കും. രണ്ട് കേസിലും for this is common for parallel and counter. Okay, parallel and counter. Such cases are found in condenser and evaporator. Okay, condenser and evaporator. Okay, and finally, when r equal to 1, last case, when r equal to 1, ആകുമ്പോൾ പാരലിനും കൗണ്ടറിനും വേറെ ഒരു ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് when r equal to 1, ഈ പാരലൽ equal to 1 minus exponential of minus 2 NTU. 1 minus exponential of minus 2 NTU divided by 2. In the case of parallel. Okay, in the case of parallel. ഈ കൗണ്ടർ എന്താണ്? ഈ കൗണ്ടർ in the case of r equal to 1, when r equal to 1, ഈ കൗണ്ടർ equal to NTU divided by 1 plus NTU. And what is NTU? U by C minimum. U by C minimum. What is U? Overall heat transfer coefficient. What is C minimum? CC and CH le ഏറ്റവും ചെറിയ value. Okay. So that is when r equal to 0. R equal to 0 ആകുമ്പോൾ capacity ratio equal to 0. That is m dot h CPH by m dot c CPC എന്നല്ല m dot c CPC. Anyway, m dot h CPH എന്നുള്ള വാല്യൂ 0 ആകുമ്പോൾ we can write E equal to 1 minus exponential of minus NTU for parallel and for counter. അപ്പോൾ ആ രണ്ട് കേസാണ് സ്പെഷ്യൽ കേസ് ഫോർ കണ്ടൻസർ ഇവാപ്പറേറ്റർ ചോദ്യം വന്നു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദി ഇക്വേഷൻ ഫോർ എഫക്റ്റീവ്നെസ് ഫോർ എ ഇവാപ്പറേറ്റർ ആൻഡ് എ കണ്ടൻസർ എന്ന ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നമ്മളെ ഈ ഇക്വേഷൻ അങ്ങ് എഴുതാം. മെയിൻ ഇക്വേഷൻ പാരലലിനെയും കൗണ്ടറിനെ ഇക്വേഷൻ എഴുതാം. എന്നിട്ട് when r equal to 0, this is the condition for a condenser and evaporator. It's a special case. Equation will reduce into E equal to 1 minus exponential of minus NTU. Okay, then when r equal to 1 എന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാരലൽ എന്ന് പറഞ്ഞാൽ 1 minus exponential of minus 2 NTU divided by 2 and ഈ counter equal to NTU divided by 1 plus NTU. അപ്പോൾ അത്രയാണ് നമ്മുടെ ഈ എന്താ പറയുക NTU വെച്ചിട്ടുള്ള ഇക്വേഷൻ ഉള്ളത്. ആ ഫൈനൽ ഇക്വേഷൻ മാത്രം എടുത്ത് വെച്ചാൽ മതി. ഇത് നിങ്ങളുടെ ഡാറ്റ ബുക്കിൽ നോക്കി കാണാൻ കഴിയുന്ന ഇക്വേഷൻ ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന ഇന്ന് എഴുതിയത് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. ദാറ്റ് ഈസ് വലിയ ടഫ് ഒന്നുമല്ല. നമ്മൾ തുടക്കത്തിൽ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡൺ ഇൻ LMTD the same equation, the same derivation when he started in LMTD equation ചെയ്ത സെയിം മെത്തേഡ് ഞാൻ ചെയ്യുന്നത്. റൈറ്റ്, സോ ദെറാഫ്റ്റർ അത് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നടുക്ക് വെച്ചിട്ട് ഈ തീറ്റ എടുക്കുന്നില്ല, അത്ര മാത്രമല്ല. അവിടെ തീറ്റ എടുക്കുന്നുണ്ടായിരുന്നു. വി ആർ നോട്ട് ടേക്കിംഗ് തീറ്റ ഹിയർ, വി ആർ ടേക്കിംഗ് പെർട്ടിക്കുലർ ആ ഇക്വേഷൻ തന്നെ എടുക്കുകയാണ്. ദെൻ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. സോ അതിനകത്ത് നമ്മൾ TH2 TC2 കൊടുക്കുകയാണ്. and we are arriving at equation of effectiveness in the case of in the terms of NT. Okay.